വൻകിട മദ്യനിർമ്മാണശാലയ്ക്കെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് നാളെ പ്രമേയം പാസാക്കും. മദ്യശാല നിർമ്മാണ മേഖലയിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ കൊടികുത്തി. ഇപ്പോൾ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു 24നോട് തത്സമയം പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. രേവതി ബാബു, സ്വാഗതം. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ അനുമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങൾ സംസ്ഥാന തലത്തിൽ അത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക അവർ ഈ വെള്ളത്തിൻ്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നു. നേരത്തെ തന്നെ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. വേനൽ അവിടെ ശക്തമാവുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടാകാറുള്ള കുടിവെള്ള പ്രതിസന്ധി, ടാങ്കറുകളിൽ അവിടേക്ക് വെള്ളം എത്തിക്കുന്ന സാഹചര്യം, അതിനൊക്കെ ഇടയിലാണ് ഇങ്ങനെയൊരു പദ്ധതി എന്നുള്ള കാര്യം അറിയുന്നത്. അതുതന്നെ പഞ്ചായത്തിന് അതുമായി പിന്നീടാണ് വിവരങ്ങൾ ലഭ്യമായത്. ഏത് തരത്തിലാണ് പഞ്ചായത്ത് ഈ വിഷയത്തെ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്? പ്രമേയം പാസ്സാക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക്. അല്ല, ബോർഡ് തീരുമാനമെടുത്ത് ബോർഡിൻ്റെ പ്രതിഷേധം നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിക്കും. അതാണ് നാളെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഇത് കാർഷിക മേഖലയാണ്. കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന കർഷകരും കാർഷിക തൊഴിലാളികളും അടങ്ങിയ ഒരു പഞ്ചായത്താണ്. ഇവിടെ മണ്ണിനെയും ജലത്തെയും സംരക്ഷിച്ചും കൊണ്ടേ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അത് ഏത് വൻ ശക്തികൾ വന്നാലും അതിനെ ശക്തമായി നേരിടും. ജനകീയ പ്രക്ഷോഭത്തിലൂടെ കർഷകരെ അണിനിരത്തിക്കൊണ്ട് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. രേവതി ബാബു, അത് ഈ ചിറ്റൂർ ബ്ലോക്കിൽപ്പെട്ട പ്രദേശമാണ്, എലപ്പുള്ളി പഞ്ചായത്തിലെ ആ ഭാഗം. അവിടെ അത് തന്നെ ഒരു റെഡ് സോൺ മേഖലയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയുള്ള കുടിവെള്ള പ്രശ്നം, അവിടെയുള്ള ഈ ഭൂഗർഭജലത്തിന്റെ ലഭ്യത കുറവ്, ഇതൊക്കെ ഇതിനു മുമ്പും ചർച്ചയായിട്ടുണ്ട്. പഞ്ചായത്ത് തന്നെ ഇടപെട്ട് ഏതാണ്ട് 15-20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അവിടേക്ക് കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ വെള്ളം എത്തിച്ചത് എന്നുള്ള കാര്യം കേട്ടിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലം? അതെ, കാരണം നമ്മുടെ ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് കുറവാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നു ചിറ്റൂർ ബ്ലോക്കിലെ എലപ്പുള്ളി പഞ്ചായത്ത്. നമ്മുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഴവെള്ളം സംഭരണികളിലൂടെയും റീചാർജ് ചെയ്തിട്ടും പൊതുകുളങ്ങൾ ഇഞ്ചക്ഷൻ ബോർവെൽ ചെയ്തിട്ട് ഭൂമിക്കടിയിലേക്ക് മഴവെള്ളം ഇറക്കി വിട്ടിട്ടും അങ്ങനെയൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ അല്പം കൂടി വന്നിട്ട് ആ റെഡ് സോണ് ആണെങ്കിലും അല്പം വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള ഒരു പഞ്ചായത്തായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെയാണ് 21-22 കേന്ദ്ര സംഘം വന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും നിരന്തരമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള 3 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അത് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പീപ്പിൾ സർവീസ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനവും പാഴായി കിടക്കുന്ന കുളങ്ങളും പഞ്ചായത്ത് കിണറുകളും പ്രൈവറ്റ് കിണറുകളും വീടുകളും ഒക്കെ മഴവെള്ള റീചാർജ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായി ഭൂമിയിൽ വെള്ളത്തിൻ്റെ ലഭ്യത കൂടി വന്നു. അതുപോലെ നിരന്തരം സ്കൂളുകളിൽ, പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി കേന്ദ്ര സംഘം വന്ന് നിരീക്ഷിച്ചിട്ട് നമ്മളുടെ പഞ്ചായത്തിനാണ് കേന്ദ്ര ജലശക്തി അവാർഡ് കിട്ടിയിട്ടുള്ളത്. കേരളത്തിലെ ഒരേ ഒരു പഞ്ചായത്താണ് എലപ്പുള്ളി. ഈ ഒരു അവാർഡ് സൗത്ത് ഇന്ത്യയിൽ 3rd പൊസിഷനിൽ വന്നുകൊണ്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നു ഇത്. അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു വന്ന പഞ്ചായത്തിനെ ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇത്തരം ഒരു കമ്പനികൾ വരുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. രേവതി ബാബു, ഈ ഇങ്ങനെ ഒരു വലിയ പദ്ധതി, ഒരു വൻകിട പദ്ധതി, വലിയൊരു മദ്യനിർമ്മാണശാല, അതവിടെ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന വിമർശനങ്ങൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ. അതിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദം, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടായി എന്നുയർന്നു കേൾക്കുന്ന ആക്ഷേപം, മന്ത്രിക്ക് നേരെ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യം, അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പഞ്ചായത്തിനെ വിശ്വാസത്തിലെടുത്തില്ല, അവിടെയുള്ള ജനങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല, അവിടെയുള്ള സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം പരിഗണിച്ചില്ല. ഇതിൽ തന്നെ വകുപ്പ് നേരിട്ടിടപെടുന്നതായതുകൊണ്ട് പഞ്ചായത്തിന് അതിൻ്റെ സാങ്കേതികതയിൽ പരിമിതികളുമുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് കാണുന്നത്? സാങ്കേതികത്വം അറിയാലോ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ K-SWIFT വഴി, ഏകജാലകം വഴി വ്യവസായ വകുപ്പിൽ നിന്ന് നേരിട്ട് അനുമതി നേടിയെടുക്കാം. പക്ഷെ 3 വർഷത്തിനകത്ത് പഞ്ചായത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യണം.
അപ്പോൾ അങ്ങനെ ഇപ്പം നേടിയെടുത്തു എന്ന് പറഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പഞ്ചായത്തിൽ വന്ന് രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ ഈ പ്രതിഷേധമൊക്കെ എവിടെ പോകും? അപ്പോൾ ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ച് 3 വർഷമല്ല ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ വരരുത്. കാരണം ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ധാരാളം ഉണ്ട്. പക്ഷെ അവർക്ക് ഗുണകരമാകുന്ന, ഭാവി തലമുറയ്ക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും ഒരു സംവിധാനം വരാതെ ഇത്തരം ഒരു മദ്യ ലോബിക്ക് വേണ്ടി ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ഇതിൽ കൂടെ അഴിമതി പണം നേടിയെടുത്തതിൻ്റെ ഒരു സപ്പോർട്ടാണ് മന്ത്രി രാജേഷ് അടക്കമുള്ളവർ ഈ കമ്പനിയെ വെള്ളപൂശിക്കൊണ്ട് കമ്പനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ കമ്പനി ഇവിടെ വരരുത്. നോക്കൂ, ഇത് കാർഷിക മേഖലയാണ്, കൃഷിക്കാരുടെ ധാരാളം ഉത്പന്നങ്ങളുണ്ട്. എന്നാൽ നല്ലൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് വരട്ടെ, അതിന് സ്വാഗതം ചെയ്യുന്നു. കാരണം ധാരാളം ഫുഡ് സംസ്കരിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള നമ്മളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതിയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് 68 ഏക്കറോളം തരിശ് നിലങ്ങൾ കൃഷിയോഗ്യമാക്കി 1 വർഷം കൊണ്ട്. അത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പഞ്ചായത്തിൽ ഈ ഭൂമി മുഴുവൻ ഏറ്റെടുത്ത്, നമുക്കറിയാം ഈ കമ്പനിയുടെ മുൻകാല അനുഭവങ്ങൾ എന്തൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന്. അത് പഠിച്ചു വരുമ്പോൾ കിലോമീറ്ററുകളോളം മണ്ണും ജലവും നശിച്ചു പോകും, കുടിവെള്ളക്ഷാമം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പം പറയുന്ന വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം എടുത്ത് ഇത് നടത്തിക്കൊണ്ട് പോകും, റെയിൻ വാട്ടർ എടുത്ത് നടത്തിക്കൊണ്ട് പോകും, സീറോ വേസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. നമുക്കറിയാം ഒരു വീട്, ആ വീട്ടിലെ കിച്ചണിൽ ദിവസം എത്ര നമ്മൾ ജൈവ വേസ്റ്റാണ് വളവാക്കുന്നത്. ആ വളവാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു വീട്ടിലെ ജൈവ വേസ്റ്റ് വളവാക്കി ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇത്രയും വലിയൊരു കമ്പനിയിൽ എത്ര വേസ്റ്റ് ഉണ്ടാകും? ആ വേസ്റ്റൊക്കെ അവരെവിടെ കൊണ്ടുപോകും? അപ്പോൾ അത് തീർച്ചയായിട്ടും അനുവദനീയമല്ല. ഇത് ശക്തമായിട്ട് ഇത് നേരിടും എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. രേവതി ബാബു, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ നിരത്തുന്ന ഒരുപാട് വാദങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതിലൊന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച അല്ലെങ്കിൽ പരാമർശിച്ച ആ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലും അതെങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഉറപ്പു പറയാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ പോലും സംശയങ്ങളുണ്ട്. അതൊക്കെ കരാറുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ പ്രസിഡന്റ്? അതെ, അത് നമുക്കറിയാലോ. കേരളത്തിൽ ഇപ്പം 40 ലക്ഷത്തിലധികം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത്. ഇവിടുത്തെ യുവാക്കൾക്ക് എവിടെയാണ് പണി കൊടുക്കുന്നത്? അതൊക്കെ വെറും കണ്ണിൽ പൊടിയിടാനാണ്. ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരാതെ തൊഴിൽ തന്നിട്ട് എന്താ കാര്യം? കുടിക്കാൻ വെള്ളമില്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിൽ കിട്ടിയിട്ട് എന്താ കാര്യം? മണ്ണും പരിസരവും മലിനമാക്കിയിട്ട് ഇവിടെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും എന്നാണല്ലോ ഇവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നത്. അതിനാരും മറുപടി പറയും? ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു നമ്മളോട് സംസാരിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള വിവാദം ഇതുമായി ബന്ധപ്പെട്ട്, ഈ വൻകിട മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. എലപ്പുള്ളി പഞ്ചായത്ത് അവിടെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അടക്കം നേരിടുന്ന ആ മേഖലയിൽ തന്നെ ഇത് വരുന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, പഞ്ചായത്തുമായി ആലോചിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന പ്രതിഷേധം അവർ ഉയർത്തുകയാണ്. പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ കടക്കും എന്നുള്ള കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നുണ്ട്. നാളെ എന്തായാലും അടിയന്തര യോഗം പഞ്ചായത്ത് വിളിച്ചിട്ടുണ്ട്. ഈ മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ പ്രമേയം പാസാക്കാനാണ് അവരുടെ തീരുമാനം.